ഹായ് ഗായ്സ്, എവിടെ വന്നേക്കണ്? വേക്ക്ഫീൽഡ് വന്നേക്കാണ്. അപ്പോ നമ്മുടെ ഒപ്പം റിസ്വാൻ ഉണ്ട്, ജിജോ ഉണ്ട്, അലോഷ് ഉണ്ട്, പൊട്ടൻ എബിനുണ്ട്, സുൽഫിച്ചേട്ടനുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ കടുക്കൻ. പൊട്ടൻ കടുക്കൻ. ഞാൻ മൈക്ക് കൈമാറുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഡാമിന്റെ ചുറ്റിലൊക്കെ പോയി ഒന്ന് എന്താ അവസ്ഥ എന്നറിയാം. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു എത്രയായിരുന്നടാ, ഒരു 10 മിനിറ്റായി. നമ്മള് ഒരു ഡാമിന്റെ സൈഡിലൊക്കെയാണ് വന്നേക്കണേ. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു കാട് കയറിയുള്ളൊരു വഴിയുണ്ട്. റിസാണ്ട് നമ്മളപ്പം ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഡാമിൻ്റെ തൊട്ട് സൈഡിലുള്ളൊരു കാട് പോലത്തെ ഒരു ഏരിയ കൂടെ ഇങ്ങനെ നടന്ന് മുകളിലോട്ട് കയറിയിട്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഡാമിൻ്റെ സൈഡിൽ കൂടെ നടന്നു വരാമെന്നുള്ളതാണ് പ്ലാൻ. ഇതാണ് കയറുന്ന വഴി. കുറച്ച് പേരൊക്കെ ഇപ്പോഴേ ക്ഷീണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. കാശ് ഇപ്പോഴും ക്ഷീണിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ ഒരു സ്പോർട്സ് മാൻ എടുക്കും. വാവ്, നല്ലൊരു കാട്. അലോഷുണ്ട്, ഇതവിടെ ജിയോ തോമസ്, സുൽഫിക്കർ, എബിൻ പ്രാഞ്ചി. ഇവിടെയുള്ളൊരു പ്രതിമക്ക് ഒരു സിഗരറ്റ് വെച്ച് കൊടുത്ത് അതിനെ കുറിച്ച് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ജോബ് ബാറ്റ് വാർഡൻ ഹാങ്ങിങ് അപ്സൈഡ് ഡൗൺ ഇൻ ദ വുഡ്സ്. ഒരു നൈസ് വ്യൂ പോയിന്റ് പോലത്തെ ഒരു സാധനം വന്നിട്ടേ. എന്താ അവസ്ഥ നോക്കട്ടെ. ഓ മൈ ഡേയ്സ്, ഒരു വലിയ പാടം, എന്തോ ഒരു പാടം. ഒട്ടുമിക്ക എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് എല്ലാവർക്കും ഓഫ് കിട്ടും. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാനായിട്ടുള്ള പരിപാടികൾ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം, ഇവിടുന്ന് എന്താ 1/2 hour സംതിങ് ഉള്ളു നമ്മുടെ വീട്ടിലേക്ക്. വലിയ ദൂരമില്ല, എന്നാലും കൊള്ളാം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിലപ്പോ വർഷങ്ങൾ മുന്നുള്ളത് കൊണ്ടായിരിക്കും. ക്യാൻ ലിവ് അപ് ടു 1000 years. അതാണ് 1000 വർഷം വരെ നിൽക്കൂടാ ഈ ചെടി. ഈ മരത്തിനെ പറ്റി കേൾപ്പിക്ക് എന്താ അഭിപ്രായം? ഭയങ്കര വൃത്തിയായിട്ടൊരു മരം, മുള്ളാണിത്, തൊടാൻ പറ്റണല്ലോ. തൊട്ടോക്ക്. അയ്യോ, എന്ത് തൊട്ടാലും കുത്തണേന് എന്നിട്ട് ഇവിടെ മൃഗങ്ങളുണ്ടോ? ഏത് മൃഗം? ഇവിടെ പുലിയൊക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ മാന്തി പാട് കണ്ട. തലയമ്മ കിടന്നു ബുസാനെ. ഗസ് വാട്ട്? കറക്റ്റ് മറ്റേ ഇത് പൊഴിക്കണല്ലേ. ഈ മരത്തിന്റെ സ്കിൻ പോലെയല്ലേ? ഇനിയിപ്പോ ഇതിന്റെ വല്ല പറയണമെങ്കിലോ ഇത് നമ്മളത് ചെയ്യണ്ട, നമ്മളത് പറിച്ചു കളയാ. ഒരു ജീവി. അയ്യോ, പറഞ്ഞു. സ്കൂളുണ്ടാവലത്തെ പൂവുണ്ടാവണ മരമാണോ? പൂവല്ലടാ അത്.
കായ ഇത് കായാണ്. ഞാൻ റെഡ് കളർ പോവാ കായായി മാറുന്നത്. ഇല്ലേ? പിന്നെ നോക്കി നോക്ക് കത്ത തോലില്ലേ പിന്നെ കരിയാപ്പ. ഫ്രഷ് സോഫ അല്ല ബുക്കാസേര. ഈ മരം വെട്ടിയതായിരിക്കുമല്ലോ ഇവിടുത്തെ. ഇതാണ് ക്രിസ്മസ് ട്രീ തോന്നുന്നു കേട്ടോ. പനയുടെ വയറും ക്രിസ്മസ് ട്രീയുടെ ഇത് അത്യാവശ്യം ഒരു 50-60 കൊല്ലം മുഴക്കുണ്ടായിരിക്കും. ചെറിയൊരു ഗ്രീൻ ബ്ലൂ ടച്ച് ഉണ്ട്. ഇത് സ്പൈഡർമാനാണോ? ഇത് വെറൈറ്റി തന്നെ കേട്ടോ. അയ്യോ ഇത് 6 അവിടെ തന്നെ നോക്കട്ടെ. കാര്യങ്ങൾ കൈവിട്ടു പോകും. നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റിന്റെ അകത്തുണ്ട്. അവിടെ വല്യമാന്ന് ഒരു ചെറിയൊരു ഗുഹ ബാക്കിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, കുറച്ചും കൂടെ ബാക്കിലോട്ട് ദബട്ടിയായിട്ട് ഒരു ചെറിയ ഗുഹയുണ്ട്. പിന്നെ പിള്ളേരിവിടെ കളിക്കുന്നു. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒരു പക്കത്ത്, ഇവിടെ കളി മറ്റൊരു പക്കത്ത്. സുൽഫിക്ക ഇക്ക അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും. ഔട്ട്. ഇതൊക്കെ എടുക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു പ്ലേസ്? അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തൊരു ആർട്ടിഫിഷ്യാലിറ്റി. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. എന്തല്ലേ നമുക്ക് തമ്നേൽ ഇവിടുന്ന് ഇവിടുന്ന് നമ്മളെ തമ്നേൽ ഇതാണ്. തമ്നേൽ നിക്ക് കടുക്ക നിക്കടാ കടുക്ക. നമ്മൾ ഏകദേശം വന്നിട്ട് ഒരു അരമണിക്കൂറിനടുത്ത് നടന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു കാട്ടിലെത്തിയേക്കണേണ് ഫൈനലി. ഒരു വിജിലിമ്പിച്ച കാട്. എബിനും അമ്മരൊക്കെ ഇതേ പോകുന്നു അവിടെ. ബാക്കിയുള്ള ഞങ്ങൾ 4 പേര് ഇവിടെ ഉണ്ട്. ഞാൻ പട്ടിയും ഉണ്ടാ. ഒരു കറക്റ്റ് ഒരു മൂന്നാർ നമ്മൾ പോണ വഴി ഒരു പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണില്ലേ, അതുപോലെ ഉണ്ട് കറക്റ്റ്. വേണ്ട ആ വഴി കൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് ആ ഡാമിൻ്റെ സൈഡിലേക്ക് പോവുക. പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് റിസാന്ത് ഒരു വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. KP-യുടെ കൈ പൊട്ടി, കൈ മുറിഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു ആ കുരു ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചോര വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ എറണാകുളം സിറ്റി താമസിച്ചവരാണല്ലോ. കിട്ടില്ല കാട് തന്നെ, അടിപൊളി കാട്, കിണ്ണങ്കാച്ചി കാട്. കിണ്ണങ്കാച്ചി കാട്. ഞങ്ങള് മറ്റേ അങ്കമാലിക്കാരൊക്കെ പറയുന്ന ഒരു സ്ലാങ് വേർഡാണ് കിണ്ണങ്കാച്ചി. കണ്ണൂരുള്ള പുസ്തകം പറയുമ്പോൾ ശരിയായ കാട്. ഞങ്ങൾ പറയും കിണ്ണങ്കാച്ചി കാട്. നല്ല ഭംഗിയുണ്ട്. നേരത്തെ ഞങ്ങളെക്കാൾ മുമ്പ് പോയ പാമ്പുകൾ നിൽക്കണം. ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് വിചാരിച്ചു. കടുക്കൻ്റെ മാസ്മരികമായ ഫോട്ടോ ഷൂട്ടിംഗ് സ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇച്ചിരി വെട്ടം വേണമായിരുന്നു. ഇല്ല, ഇനി സീസാനുകളുണ്ട്. ഫോട്ടോഗ്രാഫർ പ്ലസ് ഫോട്ടോഗ്രാഫി ഡെഡിക്കേഷൻ കണ്ടോളൂ. നോക്കിക്കോ, നല്ല ഫോട്ടോ കിട്ടും. ഹലോ ഗായ്സ്, നടക്കൂല. ഞാൻ ഡാം എന്ന് പറഞ്ഞാണെങ്കിൽ ഡാം തന്നെ കാണിച്ചു കൊടുക്കും. ഇത് ചെറിയൊരു കൊളാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറിക്കോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ചെറിയൊരു കൊളാണ്. ഞാൻ ടാങ്ക് കാണിച്ചു തരാം. ഡാം ഞാൻ കാണിച്ചു തരും വേറെ സന്ദർഭം. ഗായ്സ്, നമ്മളിപ്പോ
എവിടെ എത്തി. അപ്പൊ ഇതാണ് ഡാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്റെ പ്രേക്ഷകരെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കുള്ള ഡാം ഞാൻ കുറച്ചുകൂടി കയറ്റി കാണിച്ചു തരാം. ഈ കേപ്പ് വെറുതെ കള്ളം പറയണേ. എന്തെങ്കിലും കളിക്കുന്നേ. ഇത് ക്യാമറമാനകത്ത് വെള്ളടിക്കാൻ പാടില്ല കേട്ടോ. എടാ എനിക്കൊന്ന് നിറച്ചു തരുമോ? നിറച്ചാടാ ക്യാമറ. ഇതാണ് നമ്മുടെ ആ ഡാം, കേപ്പി പറ്റിച്ച ഡാം അല്ലേ? ഇത് എന്റെ പുറകെ കാണുന്ന സ്ഥലം. നവി വേണ്ട, ഞങ്ങളുടെ ടീമുകളൊക്കെ അവിടെ ഉണ്ട്. എവിടെ? അവിടെ. ഇവിടെ എന്താ സീനെന്ന് എനിക്കറിയില്ല. ഒരു എന്തോ 1939 to 1945 എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കാശ് എനിക്കൊരു പിടുത്തമില്ല. വ്യൂ കാണിച്ചു തരാം. ഇതാണ് വ്യൂ. സൺസെറ്റ് കണ്ടോ? ടീമുകളൊക്കെ ഇവിടെ ഉണ്ട്. യെസ് ഗായ്സ്, ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണെയാണ്. ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ സൈനിങ് ഓഫ്.